ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ചിക്കൻ ചുക്ക. ഇന്ന് നമുക്ക് ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കൈ വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് വിടിയിച്ചിട്ട് അല്ലി ഒന്ന് വിടിയിച്ചിട്ടെടുക്കാം. നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതേപോലെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യത്തിന് വേണ്ട ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന സവാളയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ സവാളൊക്കെ വാടി പോകത്തേ ഉള്ളൂ, ഫ്രൈ ആയിട്ട് വരത്തില്ല, വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ ഇവിടെ കളർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. കാരണം നമ്മൾ ചൂട് തണയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കളർ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഈ ഓയിലിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം. ഈ ചിക്കൻ ചുക്കയുടെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ സവാളയും കൂടിയാണ് കേട്ടോ. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നത് ആ സെയിം പാത്രത്തിൽ തന്നെ ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കാരണം ചെറിയ പീസാകുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക കഴിക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും കഴിഞ്ഞിട്ട് മാത്രമേ ഗ്യാസിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. നമ്മൾ ഇവിടെ നിന്ന് എല്ലാ പ്രിപ്പറേഷനും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തക്കാളി ഒന്നും വേണ്ട കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്. തക്കാളിയോ അതേപോലെ ബാക്കിയുള്ളതൊന്നും ചേർത്ത് കൊടുക്കാനില്ല. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ഈ വെളിച്ചെണ്ണ കൂടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കനിലൊക്കെ പിടിക്കാനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിനി ബാക്കി വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. ഞാനിവിടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഈ സവാള ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. ഈ ചിക്കനിൽ ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ചിക്കനൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ ആദ്യം തന്നെ. എന്നിട്ട് വേണം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചിക്കനൊക്കെ ഒന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. നമ്മളിതിൽ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. നമ്മളിത് മൂടി വെച്ച് കഴിഞ്ഞാൽ ചിക്കനിനൊക്കെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം 5 മിനിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കനിനൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ടൈമിൽ വരുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചിക്കൻ വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം തന്നെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ചിക്കൻ്റെ കളറൊക്കെ ഒന്നും കൂടി ഒന്ന് മാറിയിട്ട് കുറച്ചും കൂടിയൊക്കെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വരണം. അപ്പോഴാണ് ഇതിനൊരു കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചുക്കയുടെ ഒരു കളർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഒന്ന് കളർ മാറിയിട്ട് നല്ലൊരു ബ്രൗണിഷ് കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഗ്രേവി വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ ഒട്ടും ഗ്രേവി ഇല്ലാതെ കുറച്ചൊരു ഡ്രൈ ആയിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇത് തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഗ്രേവിക്ക് ഒന്നും കൂടി ഒന്ന് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിക്കോളും. നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് തളയുന്ന ടൈമിൽ ഇതൊന്നും കൂടി നല്ല ഡ്രൈ ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പത്തിനും ചപ്പാത്തിയുടെയും പത്തിരിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം. അതേപോലെ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. താങ്ക്